ഉള്ളൂ. ഇന്നാള് വന്നപ്പോ ഇങ്ങോട്ട് പറഞ്ഞതാ ആനവാൽ കൊണ്ട് തരാന്ന്. എന്നിട്ട് എവിടെ? ആനവാലല്ല, ഒരാനയെ കൊണ്ട് തരും നിനക്ക്. പറഞ്ഞ പോലെ ചെയ്യുന്നതിനാടി പുല്ലേ ഈ പാവച്ചൻ. എവിടെ പോയി കിടക്കുകയായിരുന്നു? മതം പൊട്ടിയ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോവുക.
എന്നിട്ട് മൂന്നാം പാപ്പാനെ തോട്ടിയേപ്പിച്ച് കുടിച്ച് കൂത്താടുക. ആ ശിവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സാർ അതിപ്പോ അതല്ല എന്റെ ചോദ്യം. അനുവാദമില്ലാതെ സർക്കാർ വക ആനയെ തടി പിടിപ്പിക്കാനും ആറാട്ടിന് എഴുന്നള്ളിക്കാനും ഇതെന്താ നിങ്ങളുടെ തറവാട്ട് വക സ്വത്താണോ? സാർ അത് പിന്നെ വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. ദിവസവും ഇവിടെ നടക്കുന്ന തോന്നിയാസങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് കേട്ട് കേട്ട് മടുത്തു. ആഫീസറുടെ ജോലി നോക്കിയാൽ മതി. പാപ്പാന്റെയും താപ്പയ്ക്കോ. തനിക്കിത് എന്തിനാടോ ഈ കുപ്പായം? ഊരി പാടത്ത് കോലം കുത്താൻ കൊടുക്കുക. അതാ ഇതിൽ നല്ലത്. അത് പിന്നെ തെക്കനുമായുള്ള ആൾക്കാരും ഈ റേഞ്ചിൽ വളരെ സജീവമാണെന്നാണ് റിപ്പോർട്ട്. അതിനെപ്പറ്റി താൻ നീട്ടി എഴുതിയ നോട്ടും ഞാൻ കണ്ടു. ആ നോട്ട് സത്യം തന്നെയാണ് സാർ. തെളിവ് കിട്ടണ്ടേ? കിട്ടത്തില്ലടോ. കാട് മുഴുവൻ വെട്ടിവെളിപ്പിച്ചാലും തന്നെ പോലുള്ളവർക്ക് തെളിവ് കിട്ടത്തില്ല. കാട്ടി പോണം, അന്വേഷിക്കണം. അന്വേഷിക്കാഞ്ഞിട്ടല്ല സാർ. AK-47 ആധുനിക ഗ്രനേഡുകളുമായിട്ട് കാട്ടിക്കയറുന്നവരെ തെരഞ്ഞുപിടിക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ ലാത്തി അല്ലാതെ വേറെ എന്തുണ്ട് സാർ? അതുകൊണ്ട് ആസ് ഗവൺമെന്റ് സർവൻസ് വി ഹാവ് ഗോട്ട് സം റെസ്പോൺസിബിലിറ്റീസ്. തോമസോടെ ഇന്ന് തോമസിന്റെ അപ്പന്റെ ആണ്ട 3 വർഷം. ഇവിടെ പോവാണ് പുറങ്കാലുകൊണ്ട് തന്ന നീ ചളിങ്ങി പോകട്ടാ. അങ്ങനെ അവിടെ നെല്ല് കേട്ടോ വിശ്വനാഥ, അനന്തന്റെ വീറും വാശിയും നേരിട്ട് കണ്ടാലേ നിനക്ക് മനസ്സിലാവും. അല്ല എന്ന് വെച്ച് ഞാൻ പേടിച്ചോ? ഇല്ല, എന്റെ നേർക്ക് പാഞ്ഞു വന്ന അവനെ എല്ലാട്ട് പറഞ്ഞ നോക്കി ചൂണ്ടി അകപ്പെട്ട ഞാൻ. എടാ, ഇവൻ പേടിച്ചൂറിയാണെങ്കിലും എങ്ങനെയാ അവൻ തളച്ചു കേട്ടോ. കളിയാക്കണ്ടാനെ, ഇത് പുഴല്ല, സത്യം. ഇതങ്ങനെ ഇത് അപ്പലാണ് സത്യം. ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറത്തിച്ചുകൊണ്ട് ഓടിയത് നിന്റെ ആശെ പരുന്തുപാവച്ചന, ഞാൻ ഓർത്തില്ല. ഇനി എന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറത്തിക്കാതെ ഞാനും ചെറുതായിട്ടൊന്നും ഓടി. അത് ഓടിയത് കൊണ്ട് താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞി വെച്ചും ആനയെ കുളിപ്പിച്ചും പനമ്പട്ട വെട്ടിയും താൻ ഇങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കണ പാപ്പാൻ ചാലിയാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ എമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണതിന് മുമ്പ് തനിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പന്റെ പണി നോക്ക്. ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതായി ആനപ്പന്തിന്റെ നിയമം. നടവയ്ക്കാനെ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നെറിയുള്ള ആനയും ഇടയും. അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത്. കേട്ടോ? മതം പൊട്ടിയ ആനയെ തളച്ച കൊച്ചുപാപ്പാൻ. ആശാനെ അത് വേണ്ടടാ, വാവത്തിനേക്കാൾ വലിയൊരു പാപ്പാൻ ഈ പന്തി വേണ്ട. വേണോന്ന് ആര് പറഞ്ഞു? കൊലവിളിയുമായി ആന അമ്പലപ്പറമ്പിൽ പാഞ്ഞു നടന്നപ്പോ ഒന്നാം പാപ്പാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയാണെന്ന് ചോദിക്കാൻ നീ ആരടാ? എന്റെ അമ്മയുടെ നായരോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? തലപ്പത്തിരിക്കുന്നവരുടെ സേവ പിടിക്കാൻ കൂട്ടത്തിലുള്ളവരെ ഒറ്റുന്ന പൊട്ടി. വേണ്ട ആശാനെ, വേണ്ട. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ആരെയും ഒറ്റിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ഒറ്റിട്ടില്ലല്ലേ? പിന്നെങ്ങനെയാണ് പന്തിയിലെ കാര്യങ്ങൾ മേലാഫീസർമാർ അറിയുന്നത്? എനിക്കറിയില്ല ആശാനെ. നിനക്ക് അറിയത്തില്ലല്ലേ? എന്തായത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ചെവി തിന്നാൻ ചെല്ലുമ്പോ ഓർക്കണോടാ, തന്തയില്ലാത്തരം പറഞ്ഞ ഇതാ അനുഭവം.
എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ അയാളെ ഒറ്റയിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ഞാൻ ആരെയും പിന്നീന്ന് കുത്താറില്ല. കുത്തണമെങ്കിൽ ശിവൻ നേരിട്ട് കുത്തും. ഇവന്റെ അടുത്തൊക്കെ വഴക്കിനും മക്കാണത്തിനും പോകരുതെന്ന് ഞാൻ ശിവനോട് പറഞ്ഞിട്ടില്ലേ? ആ പോത്തിനെ പണക്കിട്ട് ആർക്കെങ്കിലും ഈ പന്തിയിൽ കഴിയാൻ പറ്റുമോ? ഒരുപാട് തല്ലിയല്ലേ? പിന്നെ ഇനിയും കൂടുതൽ മെക്കിട്ട് കയറാൻ വന്നാ ബാവച്ചൻ ഗുരുവാന്നൊന്നും നോക്കണ്ട ശിവ. താവാ. സാരമില്ലടി പെണ്ണെ, ഇതൊക്കെ ആനപ്പന്തി പതിവാ. പിന്നെ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തോണ്ട് ആർക്കും എന്തും ആകാലല്ലേ. ആഫീസർമാര് പല കൊടുത്തു വിടും. അത് കേട്ട് ആനപ്പന്തയിൽ പകയും പടയൊന്നും പാടില്ല ബാവച്ച. കുന്നായ്മയും തരിയുടെയും എന്നോട് കാണിച്ചാൽ തല്ലും. ആനയായാലും ശരി, ആളായാലും ശരി. ആ അത് ശരി. ശിവന്റെയിലും ഉണ്ടല്ലോ ആനക്കത്തി, അവൻ അതെടുത്താലോ? ചാവും. ആരേലും ഒരാൾ ചാവും. അതാണല്ലോ പാപ്പാമാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കത്തിക്ക് മൂർച്ച കുറയും ഇങ്ങോട്ട് കൊണ്ടുപോരും. ചാണയ്ക്ക് വെക്കും. ഗൗരി, ബാവത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കരുത്തടി വേണേ. കുടുംബത്തിൽ വരുന്ന ആമ്പൂർമാർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തെന്ന് വെച്ച് നിന്റെ കയ്യിൽ വളയൊന്നും ഊരിപ്പോകത്തില്ല. കാളയടത്തി എന്നാണോ അങ്ങനാണോ? നാളെ നിനക്ക് വെച്ചു കൊടുത്ത് തരേണ്ടവളല്ലേ ഇവള്. അതിന് വേറെ ആളെ നോക്കണം. അത് ശരി. പിടിയാനെ ഇടഞ്ഞു കാണുന്നതാ എപ്പോഴും കൊമ്പൻ ഇഷ്ടം. ഇതെല്ലാം താൻ തന്നെ ഉണ്ടാക്കി തന്നതാ. മനുഷ്യരെ കൊല്ലാൻ പോലും കൊള്ളാതായി. പിന്നെ മരമെങ്ങനെ മുറിയും? അത് ശരി. പരിന്തിനെ നമ്മൾ നോക്കിട്ട് എവിടെ കാണാനാ? അതെങ്ങനെ? ഇവിടെ വന്ന് അടയിരിക്കല്ലേ അല്ലേ വാവച്ച? എടാ ആറ്റാപ്പു, നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ ചേട്ടോ, ഒന്ന് വേഗം വേണം. പണിക്കാരെല്ലാം അവിടെ കാത്തു നിൽക്കുക. നേരം വെളുക്കുന്നതിന് മുമ്പ് ലോഡ് അവിടെ ചെന്നില്ലെങ്കിൽ തെക്കനിങ് എത്തും. പിന്നെ അറിയാലോ പുകയില്. നോക്കാനും പറയാനും ആരും ഇല്ലെന്ന ശിവേട്ടന്റെ വിചാരം. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ആരുണ്ടായിട്ട് എന്താ കാര്യം? 10ാം ക്ലാസ് പാസ്സായപ്പോ പിന്നെയും പഠിക്കണമെന്നായിരുന്നു. പക്ഷേ പഠിച്ചത് ആനപ്പണിയാ. ആനപ്പണിക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല പണിയല്ലേ. തല്ലാനും കൊള്ളാനും ചിലപ്പോ മതം പൊട്ടിയ കൊമ്പന്റെ കൊമ്പിൽ തീരാനും പറ്റിയ പണി. നച്ചൊല്ലൊന്നും പറയണ്ട കേട്ടോ. ആനപ്പണിക്ക് വന്നോണ്ടല്ലേ എനിക്ക് ശിവേട്ടനെ കാണാൻ പറ്റിയേ. ഇപ്പൊ ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്നേ ഈ നശിച്ച പണിയും കളഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയനെ. പോണം. എന്നെങ്കിലും ഒരു ആനയും സ്വന്തമാക്കി നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും. മൂപ്പനോട് ഞാൻ പറയട്ടെ? ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. അടിക്കണം, തിരിച്ചടിക്കണം. ആനക്കത്തി കയ്യിലുണ്ടായിരുന്നില്ലേ? കുത്തി മലത്തമായിരുന്നില്ലേ പരുന്തിനെ? കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ ഓർക്കുമ്പോ വഴക്കും വക്കാണൊന്നും വേണ്ടെന്ന് തോന്നും. പോരാത്തതിന് എന്നെ ആനച്ചട്ടം പഠിപ്പിച്ച ആശാനാ. ആശാനായാൽ എന്താ? തെമ്മാടിത്തരം കാണിച്ച ആശാനെയും തല്ലണം. എന്റെ ആശാനെ ഞാൻ തല്ലിയിട്ടുണ്ട്. ജാക്കിലി കയറുണ്ട്. അതാ ഇപ്പോഴും കിളി. കിളി മുറ്റിയ ഡ്രൈവർ ആകുന്നേ. നീ നോക്കിക്കോ, ചന്ദ്രൻ ഓടിക്കുന്ന ലോറി ഈ മുറ്റത്തോ നിൽക്കും. ഉവ്വ് ഉവ്വ്. നിന്റെ തന്ത മൂപ്പനോട് പറഞ്ഞേ.